പള്ളിച്ചലിൽ ലൈഫ് മിഷൻ വീട് വെക്കേണ്ട സ്ഥലത്ത് നിന്ന് മണ്ണും പാറയും കടത്തിയതിൽ ഇതുവരെയും നടപടിയുണ്ടായില്ലെന്ന കുടുംബം. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് വിഷയത്തിൽ ഇടപെട്ടിരുന്നതാണ്. 25 ദിവസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി നൽകുമെന്നും തന്നെയായിരുന്നു കരാറുകാരന്റെ ഉറപ്പ്. പക്ഷേ ഓഗസ്റ്റ് 14 കരാറുകാരൻ പറഞ്ഞ കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ചർച്ചയിൽ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ 25 ദിവസത്തിനകം ഇത് പണി പൂർത്തീകരിച്ച് തരും. അതായത് മണ്ണ് നീക്കം ചെയ്തു, പാറ നീക്കം ചെയ്തു, വീട് വയ്ക്കാൻ സൗകര്യത്തിന് അയാൾ ചെയ്തു തരുമെന്നുള്ള ഉറപ്പുമേലാണ് ന്യൂസ് അന്ന് അവസാനിപ്പിച്ചത്. പക്ഷേ ജൂലൈ 14 കൊടുത്ത ന്യൂസായിരുന്നു. ഓഗസ്റ്റ് 14 വരെ അയാൾക്ക് കാലാവധി ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ ആ കാലാവധി പ്രകാരം ഈ ഫ്ലോട്ടിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുകയോ നടപടിക്രമങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുകയാണ്. എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് പക്കാ ചീറ്റിംഗാണ്. പാവപ്പെട്ട പട്ടികജാതി അംഗങ്ങളെ മനുഷ്യത്വരഹിതമായ രീതിയിൽ ചെയ്ത നടപടിയാണ്. അതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചിരിക്കും. ഒരു സംശയം വേണ്ട, ഇത് ചെയ്ത ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. അതിനുവേണ്ടിയുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. സുനിഷ യെല്ലൂരാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുനിഷ, എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് കരാറുകാരൻ എന്നോട് സംസാരിച്ചപ്പോൾ തന്നെയാണ് പറഞ്ഞത് 25 ദിവസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കും എന്നത്. പക്ഷേ ആ ഉറപ്പിപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 14 കരാർ ഇയാൾ പറഞ്ഞ കാലാവധി അവസാനിച്ചു. മാത്രമല്ല ഇപ്പോഴിതാ സെപ്റ്റംബർ 14 ആവാനും പോവുകയാണ്. ഇത്രയധികം താമസം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അവർക്ക് വലിയ ആശങ്കയുണ്ട്, പ്രതിഷേധമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ വിനീത, നമ്മൾ ഈ വാർത്ത എടുക്കുന്നത് തന്നെ ജൂലൈ മാസത്തിലാണ്. അന്ന് തന്നെ കാര്യമായി നമ്മൾ ഈ വാർത്ത എടുക്കുമ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് ഇതിൽ ഇടപെടുകയും കൃത്യമായി പരിഹാരമുണ്ടാക്കുമെന്ന് നമ്മളോട് തന്നെ പറയുകയും ചെയ്തത്. അതിന്റെ ഭാഗമായാണ് 25 ദിവസം കൊണ്ട് കരാറുകാരൻ ഈ ജോലി ചെയ്യുമെന്നുള്ളത് ഉറപ്പ് നൽകുകയും ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം 25 ദിവസമല്ല, വിനീത പറഞ്ഞതുപോലെ ഇപ്പോൾ 25ഉം പിന്നെയും ഒരു മാസത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പോലും അവിടെ ഒരു പണിയും നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു നടപടിയും സ്ഥലത്തേക്ക് പോലും ഈ കരാറുകാരൻ വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമാണ്. നേരത്തെ തന്നെ ജിയോളജി വകുപ്പ് അടക്കം ഇത്തരത്തിൽ പാറ പൊട്ടിക്കാൻ പാടില്ല, അത്തരമൊരു സ്ഥലമല്ല അത് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഇനി എന്താണ് ഇവിടെ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഈ വീട്ടുകാർ ചോദിക്കുന്നത്. ഇനി എങ്ങനെ ഒരു വീട് വെക്കുമെന്നുള്ളതാണ്. ഒരുപാട് പ്രതീക്ഷയിൽ എത്തിയ മനുഷ്യരാണ്. പക്ഷേ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ് മുന്നിലുള്ളത്. ഇവർ പറയുന്നത്, അതായത് ഈ കരാറുകാരനായ വിജയൻ പറയുന്നത്, ഇവരിൽ നിന്നും ഈ 7 കുടുംബങ്ങളിൽ നിന്നും ഒരു പവർ ഓഫ് അറ്റോർണി ഒപ്പിട്ട് വാങ്ങിയിരുന്നു എന്നുള്ളതാണ്. അത് ഇവിടെ നടക്കുന്ന മണ്ണ് നീക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾ തനിക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു പവർ ഓഫ് അറ്റോർണി താൻ വാങ്ങിയിരുന്നു. അതിന്റെ ഭാഗമായാണ് പണിയെടുത്തത് തുടങ്ങിയ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അയാൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ കുടുംബവും പറയുന്നത്. ഇതിൽ എന്തുകൊണ്ടൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്, പഞ്ചായത്തിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഇവർ പറയുന്നത് പഞ്ചായത്ത് പോലും ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത് ഒരു പ്രതിഷേധം തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ളതാണ്. ഇനിയും ദിവസങ്ങൾ കഴിയുന്തോറും ഇതിലൊരു നടപടിയും എടുത്തില്ല എങ്കിൽ വീണ്ടും ഈ വാടക കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കുടുംബങ്ങളും പോകുമെന്നുള്ളതാണ്. ഏതായാലും ദുരിതം ഇനിയും കാണാതെ പോകരുത്, കൃത്യമായ നടപടികൾ ഉണ്ടായേ മതിയാകൂ എന്നുള്ളതാണ് വസ്തുത. കരാറുകാരൻ പറഞ്ഞ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇവർ നിയമ നടപടികളിലേക്ക് പോവുക മാത്രമേ മാർഗമുള്ളൂ. അപ്പോഴും അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ മനസ്സിലാക്കിയതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അനുഭാവപൂർവമായ നടപടികൾ ഉണ്ടായിട്ടില്ല. ഏതായാലും കടുത്ത പ്രക്ഷോഭത്തിലേക്ക് ഉൾപ്പെടെ അവർ നീങ്ങുന്നു എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ കുടുംബത്തിന്റെ ഒന്നല്ല 7 പേരുടെയാണ് ഇത്തരത്തിലുള്ള വിഷമം കാണാതെ പോകുന്നത്. അതിനൊരു പരിഹാരമുണ്ടായി മതിയാകുന്നതാണ്.